Dear students, welcome back to my class. So, in this class, we are going with starting with the next chapter, that is soldiers of defense. Okay, so new chapter start ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ നെയിമാണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ആ പിക്ചറിലേക്ക് നോക്കി നോക്കൂ. നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം നമുക്കറിയാമല്ലേ, നമ്മൾ എന്തിലൂടെ കടന്നു പോകുന്നത്, ഒരു വലിയൊരു വിപത്ത്, അതായത് COVID-19 എന്നുള്ളൊരു വലിയൊരു ഡിസീസിൻ്റെ ഇടയിൽ കൂടിയാണ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് എന്ത്, സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ്. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നോക്കി നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ഈ പിക്ചറിലേക്ക് നോക്കി നോക്കൂ. ആ പിക്ചറിൽ എന്താ കാണുന്നത്? ഇൻ ദിസ് പിക്ചർ ഓൾ ദി പേഴ്സൺസ് were wearing മാസ്ക്. ഓക്കെ, അപ്പോൾ അവർ മാസ്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാസ്ക് ഇട്ടിട്ടുണ്ടല്ലേ. ഇപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളൊക്കെ പുറത്ത് പോകുമ്പോൾ എന്താണ്, മാസ്ക് ഇട്ടിട്ട് തന്നെയാണ് പുറത്ത് പോകുന്നത് അല്ലേ. ഇപ്പോൾ നമുക്ക് COVID-19 സ്പ്രെഡ് ആയതുകൊണ്ട് തന്നെ എന്താണ്, നമ്മൾ മാസ്ക് ധരിക്കുന്നു, അതുപോലെ സാനിറ്റൈസർ യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ കൈകൾ ഇടയ്ക്ക് സോപ്പിട്ട് കഴുകുന്നുണ്ട് ആണല്ലോ. നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണല്ലോ അല്ലേ. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു പബ്ലിക് സിറ്റുവേഷനിൽ അല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നതുകൊണ്ട് എന്തൊക്കെ ഒരു പ്രയോജനങ്ങൾ ഉണ്ടായിരിക്കും? വാട്ട് ആർ ദി യൂസസ് ഓഫ് വെയറിങ് മാസ്ക് ഇൻ സച്ച് സിറ്റുവേഷൻസ്? എന്തൊക്കെയായിരിക്കും? ഓക്കെ, ഒരു പോയിൻ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്, പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ്. നിങ്ങൾക്ക് ജേംസിൻ്റെ എൻട്രി എന്ത് ചെയ്യുന്നു, നമ്മളുടെ ബോഡിയിലേക്ക് ഇറ്റ് പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് ജേംസ് എൻട്രി ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ നെക്സ്റ്റ് എന്താണ്, നമ്മളിലേക്ക് എത്തുന്നത് തടയുന്ന പോലെ തന്നെ എന്ത് ചെയ്യുന്നു, ആൻഡ് ഓൾസോ ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ഡിസീസ് ടു അതേഴ്സ് ഈസ് റെഡ്യൂസ്ഡ്. അതായത് ഇപ്പോൾ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു, അയാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ആ ഡിസീസ് പടരുന്നത് തടയുന്നു. സോ ഇൻ ദ പ്രീവിയസ് ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ, ദർ ആർ മെനി കമ്മ്യൂണിക്കബിൾ ഡിസീസസ്. അങ്ങനെ എപ്പിഡമിക് ആയുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഒരുപാടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഡിസീസുകൾ എന്ത് ചെയ്യുന്നു, മറ്റുള്ളവരിലേക്ക് എത്തുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു, മാസ്ക് ധരിക്കുന്നതിലൂടെ പ്രിവെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് സ്വന്തം ഇപ്പോൾ മാസ്കൊക്കെ ധരിക്കുമ്പോൾ എന്തുണ്ടാവുന്നു, നമ്മളിലേക്ക് ജേംസ് എത്തുന്നത് പ്രിവെൻ്റ് ആവുന്നു. അതുപോലെ തന്നെ അവിടെ നോട്ട് ചെയ്ത് വയ്ക്കുക, ദ റിസ്ക് ഓഫ് ട്രാൻസ്മിറ്റിംഗ് ദ ഡിസീസ് ടു അതേഴ്സ് ഈസ് റെഡ്യൂസ്ഡ്. മറ്റുള്ളവരിലേക്ക് എത്തുന്നതും അവിടെ എന്ത് ചെയ്യുന്നു, അതിനുള്ള സാഹചര്യം അവിടെ കുറയുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലായ എന്താണ്, നമ്മൾ ബോഡിയിലേക്ക് എത്തുന്ന ഒരു പരിധി വരെ എന്ത് ചെയ്യുന്നുണ്ട്, തടയുന്നുണ്ട് അല്ലേ. പിന്നെ നമ്മൾ ബോഡിയിൽ നമ്മളിപ്പോൾ ഒരുപാട് രോഗാണുക്കളുടെ ഇടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്ത് ചെയ്യുന്നില്ല, വി ലീവ് എമംഗ് സോ മെനി ജേംസ് ദാറ്റ് കോസ് ഡിസീസസ്. നിങ്ങൾക്കറിയാം, ഒരുപാട് ജേംസിൻ്റെ ഇടയിൽ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഡിസീസ് കോസിങ് ആയുള്ള ജേംസിൻ്റെ ഇടയിലാണ് ജീവിക്കുന്നത്. ബട്ട് വി ആർ ഓൾവേസ് നോട്ട് ഓൾവേസ് ഇൻഫെക്റ്റഡ്. എപ്പോഴും നമ്മൾ ഇൻഫെക്റ്റ് ചെയ്യുന്നുണ്ടോ? നോ, എപ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഇൻഫെക്റ്റഡ് ആവുന്നില്ല അല്ലേ. വാട്ട് വിൽ ബി ദ റീസൺ? എന്തായിരിക്കും അതിൻ്റെ റീസൺ? നമ്മൾ ഇത്രയും ജേംസിൻ്റെ ഇടയിൽ ജീവിച്ചിട്ടും ഇടയ്ക്ക് ഇൻഫെക്റ്റ് ആവുന്നുണ്ടെങ്കിൽ കൂടി ഒരു പരിധി വരെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇൻഫെക്ഷൻ ഇല്ലാതെ കടന്നു പോകുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ നടക്കുന്നത്? ഓക്കെ, അപ്പം നമ്മൾ ബോഡിയിൽ തന്നെ എന്തുണ്ട്, ദർ ആർ മെനി നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസം. ഇപ്പോൾ മാസ്ക് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ യൂസ് ചെയ്യുന്നതാണല്ലേ. പക്ഷെ നമ്മൾ ബോഡിയുടെ ഉള്ളിൽ തന്നെ അല്ലെങ്കിൽ ബോഡിയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ബോഡി തന്നെ നമ്മളെ ഉള്ളിലേക്ക് എത്തുന്ന ജേംസിനെ പ്രിവെൻറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മളെ ഉള്ളിലേക്ക് ജേംസിനെ അല്ലെങ്കിൽ പാത്തജൻസിനെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മളുടെ ബോഡിയിൽ തന്നെ ഒരുപാട് നാച്ചുറൽ ആയുള്ള ഡിഫെൻസ് മെക്കാനിസംസ് പ്രസൻ്റ് ആണ്. ദർ ആർ ലോട്ട് ഓഫ് നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസംസ് വിത്തിൻ അവർ ബോഡി in order to prevent the entry of pathogens entry prevent ചെയ്യാൻ വേണ്ടിയിട്ട് there are lot of defense mechanisms, natural defense mechanism. ബോഡിയിൽ തന്നെ പ്രസൻ്റ് ആയിട്ടുള്ള ഒരുപാട് നാച്ചുറൽ ഡിഫെൻസ് മെക്കാനിസംസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കാൻ പോകുന്നത് എന്താണ്, അങ്ങനെയുള്ള ഡിഫെൻസ് മെക്കാനിസംസ് എന്തൊക്കെയാണ്, ബോഡിയിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ബോഡി എന്ത് ചെയ്യുന്നത്, പ്രിവെൻറ്റ് ചെയ്യുന്നത്, പാത്തജൻസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇനി പാത്തജൻ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനോട് പ്രതിരോധിക്കുന്നത് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, സോൾജിയേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പട്ടാളക്കാർ അല്ലേ. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബോഡിയിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഈ നമ്മളെ കാത്തുരക്ഷിക്കുന്നവർ, അതായത് എന്താണ്, ബോഡിയുടെ ഉള്ളിൽ തന്നെ ഉള്ള ഒരുപാട് സിസ്റ്റംസ് ഉണ്ട്, അതാണ് സോൾജിയേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോൾജിയേഴ്സ് ഓഫ് ഡിഫെൻസ് എന്നുള്ളതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഇവിടെ മീൻ ചെയ്യുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് നോക്കാം, വാട്ട് യു മീൻ ബൈ ഡിഫെൻസ്. ഡിഫെൻസ് എന്നുള്ളതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ഇപ്പോൾ നമ്മൾ പട്ടാളത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഡിഫെൻസിലാണ് ജോലി ചെയ്യുന്നതെന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. സോ ഡിഫെൻസ് നമ്മൾ ബോഡി ഡിഫെൻസ് എന്ന് പറയുന്നത് എന്താണ് ഉദ്ദേശിക്കുന്നത്? Okay, defense is the ability of the body to prevent the entry of pathogens and to destroy those that have already entered the body. Once more,
ഡിഫെൻസ് ഈസ് ദ എബിലിറ്റി ഓഫ് ബോഡി ടു പ്രിവെൻറ്റ് എൻട്രി ഓഫ് പാത്തജൻസ് ആൻഡ് ടു ഡിസ്ട്രോയ് ദോസ് ദാറ്റ് ഹാവ് ഓൾറെഡി എൻറ്റേർഡ് ദ ബോഡി. ഓക്കെ, എന്താണ് നമ്മളെ ബോഡിയിലേക്ക് എന്താണ് നമ്മളെ ബോഡിയുടെ എബിലിറ്റിയാണ്. ഇറ്റ് ഇസ് ദ എബിലിറ്റി ഓഫ് ദ ബോഡി എന്തിനു വേണ്ടിയിട്ട്? പാത്തജൻസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഇനി ബോഡിയുടെ ഉള്ളിലേക്ക് ഇതൊക്കെ ഓവർകം ചെയ്തിട്ട് പാത്തജൻസ് ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ അതിനോട് എങ്ങനെ ബോഡി എന്ത് ചെയ്യുന്നു, എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ആ ഒരു എബിലിറ്റി, ആ ബോഡിയുടെ എബിലിറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡിഫെൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഡിഫെൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അവർ ബോഡി ഈസ് വെൽ എക്യുപ്ഡ് വിത്ത് എ വെറൈറ്റി ഓഫ് ഡിഫെൻസ് മെക്കാനിസംസ്. അപ്പോൾ ഒരുപാട് ഡിഫെൻസ് മെക്കാനിസംസ് നമ്മളുടെ ബോഡിയിൽ പ്രസൻ്റ് ആണ്. സോ നമ്മളിനി അതാണ് നോക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് അങ്ങനത്തെ ഡിഫെൻസ് മെക്കാനിസംസ്, ബോഡിയിലുള്ള ഡിഫെൻസ് മെക്കാനിസംസ് എന്തൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മളെ ബോഡി ഈ പാത്തജൻസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഇനി ബോഡിയുടെ ഉള്ളിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെയാണ് അതിനെ കില്ല് ചെയ്തതെന്നൊക്കെ നോക്കാം. ഓക്കെ, സോ ഡിഫെൻസ് എന്നുള്ളത് ഓർത്ത് വയ്ക്കുക. എന്താണ് ഡിഫെൻസ്? വാട്ട് യു മീൻ ബൈ ഡിഫെൻസ്? Defense is the ability of the body to prevent the entry of pathogens and to destroy those that have already entered the body. Okay, so look at this illustration, that is illustration 5.1, that is defense mechanisms. What are the defense mechanisms in our body? അതാണ് കാണിച്ചിട്ടുള്ളത് നമ്മുടെ ബോഡിയിലുള്ള. അപ്പോൾ ഞാൻ പറഞ്ഞ ആ ഡിഫെൻസ് മെക്കാനിസംസ് ഏതൊക്കെയാണെന്നാണ് അവിടെ കാണിച്ചിട്ടുള്ളത്. അത് രണ്ടെണ്ണമായിട്ട് തിരിക്കാം അല്ലേ? We can divide or classify them into two. First one, body coverings and secretions. First one ആണ് body coverings and secretions. അതിൽ വരുന്നതാണ് സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ്, സലൈവ, ടിയർ. ഓക്കെ, നമ്മളുടെ സ്കിന്ന്, അതുപോലെ തന്നെ മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ്, അതുപോലെ തന്നെ സലൈവ, ഉമിനീര്, പിന്നെ ടിയർ, കണ്ണുനീര് എന്ത് ചെയ്യുന്നുണ്ട്? അതൊക്കെയാണ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസിൽ വരുന്നത്. പിന്നെ ദ സെക്കൻഡ് ഡിവിഷൻ ഇസ് ദാറ്റ് ബോഡി ഫ്ലൂയിഡ്സ്. ബോഡി ഫ്ലൂയിഡ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും, ബ്ലഡ് ആൻഡ് ലിംഫ്. ബ്ലഡും ലിംഫുമാണ് എന്ത്? ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, സോ ഇതാണ് മെയിൻ ആയിട്ടുള്ള ബോഡിയിൽ ഡിഫെൻസ് മെക്കാനിസംസ്. ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്? ബോഡി പാത്തജനെതിരെ ഫൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, നമ്മൾ ബോഡി പാത്തജനായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നത് ഇവരനൊക്കെ യൂസ് ചെയ്തിട്ടാണ്. സോ ഈ സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ്, സലൈവ, ടിയർ, അതായത് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, അവരെന്ത് ചെയ്യുന്നു? അവർ ബോഡിയിലേക്ക് പാത്തജൻ എൻറ്റർ ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യുന്നു. ദേ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ്. ഓക്കെ, ഇനി ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ബ്ലഡ് ആൻഡ് ലിംഫ് എന്ത് ചെയ്യുന്നു? ഇഫ് ദ പാത്തജൻ ഹാസ് എൻറ്റേർഡ് ദ ബോഡി ദേ വിൽ ഫൈറ്റ് വിത്ത് ദം. അവർ എൻറ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? ആ ബോഡി ഫ്ലൂയിഡ്സ് ആയിട്ടുള്ള ബ്ലഡും ലിംഫും അതിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. ഓക്കെ, സോ ഡിഫെൻസ് മെക്കാനിസംസ് ഇൻ അവർ ബോഡിയാണ് പറഞ്ഞത്. എന്തായിരുന്നു? ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്, അതുപോലെ തന്നെ ബോഡി ഫ്ലൂയിഡ്സ്. ഓക്കെ, സോ എന്താണ് ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്? നമ്മൾ പറഞ്ഞു അല്ലേ, സ്കിൻ, മ്യൂക്കസ് മെമ്പറൈൻ, മ്യൂക്കസ്, സലൈവ, ടിയർ, ഇതൊക്കെയാണ് എന്ത്? ബോഡി കവറിങ്സും അതിൽ നിന്നുള്ള വരുന്ന സെക്രീഷൻസ്. അപ്പോൾ അതെങ്ങനെയൊക്കെയാണ് പാത്തജനായിട്ട് എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് അറിയാം എന്താണ് നമ്മളെ ബോഡിയിൽ കാണുന്ന സ്കിന്ന്. സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ തൊക്ക്. സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി അല്ലേ? ബോഡിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ്, നമ്മൾ ബോഡീനെ കംപ്ലീറ്റ് ആയിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് എന്താണ്? സ്കിന്നാണ്. സോ സ്കിൻ ഈസ് ദ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ് ആണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ ബോഡി ഫ്ലൂയിഡ്സ് നോക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആ ഒരു ഡിവിഷനാണ് നോക്കുന്നത്, ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷൻസ്. സോ അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ വരുന്നത് സ്കിന്നാണ്. സ്കിൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു നമ്മളെ ബോഡിയുടെ മെയിൻ ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് എ സേഫ്റ്റി ഷീൽഡ് ദാറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. അത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നു? ഒരു സേഫ്റ്റി ഷീൽഡായിട്ട് ആക്ട് ചെയ്യുന്നു. ഓക്കെ, ഒരു ഷീൽഡ്, അതെന്ത് ചെയ്യുന്നു? ജേംസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്ന ഒരു സേഫ്റ്റി ഷീൽഡാണ് നമ്മളുടെ സ്കിൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓൾ ഓഫ് യു പ്ലീസ് അനലൈസ് ദിസ് പിക്ചർ, ഫിഗർ 5.1. ഈ ഫിഗർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. ക്ലിയർ ആയിട്ട് കാണാം നിങ്ങൾക്ക്. അതെന്തിൻ്റെ പിക്ചറാണ്? യെസ്, ദ സ്കിൻ ആൻഡ് ഇറ്റ്സ് ഡിഫെൻസ് മെക്കാനിസംസ് അല്ലേ? സ്കിന്നിൻ്റെ ഒരു പോർഷനാണ് അവിടെ എൻലാർജ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ കാണാം. ഇതെന്താണ്? അവിടെ അങ്ങനെ രോമങ്ങളാണ് കാണുന്നത് കേട്ടോ. സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്നാണ് പുറത്തേക്ക് വരുന്നത്. ആ രോമങ്ങളാണ് കാണിക്കുന്നത്. പിന്നെ എന്താണ് ഫസ്റ്റ്? എപ്പിഡെർമിസ്, ഏറ്റവും ഔട്ടർ ആയിട്ടുള്ള. അപ്പോൾ നമ്മളെ സ്കിന്നിൻ്റെ ഒരു ചെറിയ പോർഷനാണ്, നമ്മളെ തൊലിയുടെ അല്ലെങ്കിൽ ത്വക്കിൻ്റെ ഒരു ചെറിയ പോർഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എൻലാർജ് ചെയ്ത് കൊടുത്തതാണ്. സോ ഫസ്റ്റ് അവിടെ ഔട്ടർ കവറിങ് ആണ് എന്ത്? എപ്പിഡെർമിസ്. ഹിയർ യു ക്യാൻ സീ എപ്പിഡെർമിസ്. എന്താണ്? ഫസ്റ്റ് യു ക്യാൻ സീ ദ ഔട്ടർ കവറിങ്, ദാറ്റ് ഇസ് എപ്പിഡെർമിസ്. സോ
സെക്കൻഡ് അതിന് താഴത്ത് എന്ത് കാണുന്നുണ്ട്? 2 തരം ഗ്ലാൻഡുകൾ കാണുന്നുണ്ട്. സെബേഷ്യസ് ഗ്ലാൻഡ് ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ്. ഓക്കെ, സെബേഷ്യസ് ഗ്ലാൻഡും കാണുന്നുണ്ട്, സ്വെറ്റ് ഗ്ലാൻഡ്സും കാണുന്നുണ്ട്. സോ ഫസ്റ്റ് ഔട്ടർ കവറിംഗ് ആണ് എപ്പിഡെർമിസ്. പിന്നെ അതുകൂടാതെ എന്ത് കാണുന്നു? സെബേഷ്യസ് ഗ്ലാൻഡ് ആൻഡ് സ്വെറ്റ് ഗ്ലാൻഡ്സ് ക്യാൻ ബി സീൻ. സോ എപ്പിഡെർമിസ് എന്ത് ചെയ്യുന്നു നോക്കാം. സോ എപ്പിഡെർമിസിൽ എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ പ്രസൻറ്റ് ഹിയർ പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. എപ്പിഡെർമിസ് എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ അവിടെ ഈ എപ്പിഡെർമിസിൽ എന്ത് പ്രസൻ്റ് ആണ്? എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ. കെരാറ്റിൻ എന്ന് പറഞ്ഞ ഒരു പ്രോട്ടീൻ എന്ത് ചെയ്യുന്നു? പ്രസൻ്റ് ആണ്. ഓക്കെ, സോ എപ്പിഡെർമിസ് ഹാസ് എ പ്രോട്ടീൻ നോൺ ആസ് കെരാറ്റിൻ. ഈ കെരാറ്റിൻ ആണ് എന്ത് ചെയ്യുന്നത്? ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. ജേംസിൻ്റെ എൻട്രി പ്രിവെൻറ്റ് ചെയ്യുന്നത് ഈ കെരാറ്റിൻ എന്ന് പറഞ്ഞുള്ള പ്രോട്ടീനാണ്. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഈ ഔട്ടർ കവറിംഗ് ആയുള്ള എപ്പിഡെർമിസിൽ ഇറ്റ് കണ്ടെയ്ൻസ് എ പ്രോട്ടീൻ കോൾഡ് കെരാറ്റിൻ ആൻഡ് ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു 2 തരം ഗ്ലാൻഡ്സ് കാണുന്നത്. 2 types of glands can be seen. First type of gland is sebaceous gland. Sebaceous gland secrete ചെയ്യുന്നതാണ് sebum. ഓക്കെ, sebaceous gland secrete sebum. Sebum produced by the sebaceous gland makes the skin oily and waterproof. നമ്മുടെ സ്കിൻ എന്താണ്? സംടൈംസ് കുറച്ച് ഓയിലി ആണല്ലേ. സോ ഈ സെബേഷ്യസ് ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്? ഈ സ്കിന്നിനെ ഓയിലി ആയിട്ടും അതുപോലെ തന്നെ വാട്ടർ പ്രൂഫ് ആയിട്ട് വെക്കുന്നത്. സോ ക്ലിയർ? സോ സെബേഷ്യസ് ഗ്ലാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെബം എന്ത് ചെയ്യുന്നു? ഇറ്റ് മേക്സ് ദ സ്കിൻ ഓയിലി ആൻഡ് ഓൾസോ വാട്ടർ പ്രൂഫ് ആയിട്ട് വെക്കുന്നത് സെബം ആണ്. സെബേഷ്യസ് ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന സെബമാണ്. ഓക്കെ, നെക്സ്റ്റ് വൺ സ്വെറ്റ് ഗ്ലാൻഡ്. ഇവിടെ നിങ്ങൾക്ക് കോയിലായിട്ട് കിടക്കുന്ന ഈ ഗ്ലാൻഡ്, ഇവിടെ അങ്ങനെ കോയിൽ ചെയ്ത് കിടക്കുന്ന ഗ്ലാൻഡാണ് എന്ത്? സ്വെറ്റ് ഗ്ലാൻഡ്. സ്വെറ്റ് എന്ന് പറഞ്ഞാൽ വേർപ്പ്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? സ്വെറ്റ് ഗ്ലാൻഡ് എന്നാണ് സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലേ. സ്വെറ്റ് ഗ്ലാൻഡ് എന്താ ചെയ്യുന്നത് വെച്ചാൽ ദ ഡിസിൻഫെക്റ്റൻസ് പ്രസൻറ്റ് ഇൻ ദ സ്വെറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഗ്ലാൻഡ് ഡിസ്ട്രോയ്സ് ദ ജേംസ്. ഈ ഗ്ലാൻഡാണ് എന്ത് ചെയ്യുന്നത്? സ്വെറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതിൽ ഒരുപാട് ഡിസിൻഫെക്റ്റൻസ് ഉണ്ട്. ഓക്കെ, ഈ ജേംസിനെ കില്ല് ചെയ്യാനുള്ള ഡിസ്ഇൻഫെക്റ്റൻസ് കാണുന്നുണ്ട്. അപ്പോൾ അവരാണ് എന്ത് ചെയ്യുന്നത്? ജേംസിനെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നത്. ഓക്കെ, സോ സ്വെറ്റ് എന്ന് പറയുന്നത് നമ്മൾ വേർപ്പ്, ആ വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്ലാൻഡാണ് സ്വെറ്റ് ഗ്ലാൻഡ്. ആ സ്വെറ്റിൽ പ്രസൻ്റ് ആയിട്ടുള്ള ഡിസിൻഫെക്റ്റൻസ് എന്ത് ചെയ്യുന്നു? ഇറ്റ് കിൽസ് ഓർ ഡിസ്ട്രോയ്സ് ദ ജേംസ്. ഓക്കെ, സോ എപ്പിഡെർമിസിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞത്. സ്കിന്നിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. സ്കിൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് എ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ദ ബോഡി. അത് നിങ്ങൾക്ക് കാണാം, സ്കിന്നിൻ്റെ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. ഔട്ടർ കവറിങ് എപ്പിഡെർമിസ്. എപ്പിഡെർമിസിൽ കാണുന്ന കെരാറ്റിൻ എന്ന പ്രോട്ടീൻ ഇറ്റ് പ്രിവെൻറ്റ്സ് ദ എൻട്രി ഓഫ് ജേംസ്. Second, sebaceous glands. We can see sebaceous gland. Sebum produced by the gland makes the skin oily and waterproof. Okay. Then sweat gland. Sweat gland disinfectants present in the sweat produced by this gland destroys the germs. Okay. So മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ മ്യൂക്കസ് മെംബ്രെയിൻ. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ, ഇവിടെ എന്താ പറഞ്ഞത്? നമ്മൾ ബോഡി കവറിങ്സ് ആൻഡ് സെക്രീഷനിൽ ഫസ്റ്റ് വൺ സ്കിൻ പറഞ്ഞു, പിന്നെ പറഞ്ഞത് മ്യൂക്കസ് മെംബ്രെയിൻ ആയിരുന്നു. സോ മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അനദർ പ്രൊട്ടക്റ്റീവ് കവറിങ് ഓഫ് ബോഡി പാർട്സ്. ബോഡി പാർട്സിൻ്റെ വേറൊരു പ്രൊട്ടക്റ്റീവ് കവറിങ് ആണ് എന്ത്? മ്യൂക്കസ് മെംബ്രെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മളെ നോസിൻ്റെ ഉള്ളിലൊക്കെ എന്തുണ്ട്? മ്യൂക്കസ് മെംബ്രെയിൻ പ്രസൻ്റ് ആണ് അല്ലേ. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മെംബ്രെയിൻ നിന്നാണ് മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, പാത്തജൻസ് ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് മെംബ്രെയിൻ ഗെറ്റ് ഡിസ്ട്രോയിഡ്. അപ്പോൾ പാത്തജൻസ് നമ്മളെ മൂക്കിലിപ്പോൾ നമ്മളെ എയറിൽ ഒരുപാട് പാത്തജൻസ് ഉണ്ടായിരിക്കും. നമ്മൾ ശ്വസിക്കുന്ന എയറിൽ ഒരുപാട് പാത്തജൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ മൂക്കിലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ എന്ത് സെക്രീറ്റ് ചെയ്യുന്നു? മ്യൂക്കസ് സെക്രീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഈ മ്യൂക്കസ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ പാത്തജൻസിനെ ട്രാപ്പ് ചെയ്യുന്നത്. പാത്തജൻസ് ആർ ട്രാപ്ഡ് ഇൻ ദ മ്യൂക്കസ് വിച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. എന്നിട്ട് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ചെയ്യുന്നു. ഓക്കെ, എന്നിട്ട് ആ ഡിസ്ട്രോയ് ആയിട്ടുള്ള ജേംസിനെ എക്സ്പെൽ ചെയ്യുന്നത്, പുറത്തേക്ക് കളയുന്നത് സീലിയ സെൽസ് ആണ്. മ്യൂക്കസ് മെംബ്രെയിനിലുള്ള സീലിയ സെൽസ്, അല്ലെങ്കിൽ അവിടെയുള്ള രോമങ്ങൾ. ഓക്കെ, ആ സീലിയ സെൽസ് ആണ് എന്ത് ചെയ്യുന്നത്? ആ ജേംസിനെ ഡിസ്ട്രോയ് ചെയ്തിട്ടുള്ള ജേംസിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയുന്നത്. ഓക്കെ, സോ മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഇവിടെ നിങ്ങൾക്ക് കാണാം, മ്യൂക്കസ് മെംബ്രെയിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇതാണ് മ്യൂക്കസ് മെംബ്രെയിൻ്റെ ഒരു എൻലാർജ്ഡ് ആയിട്ടുള്ള പിക്ചറാണ്. ഈ മ്യൂക്കസ് മെംബ്രെയിൻ എന്ത് ചെയ്യുന്നു? ഇറ്റ് പ്രൊഡ്യൂസസ് മ്യൂക്കസ്. ആ മ്യൂക്കസിലാണ് എന്ത് ചെയ്യുന്നത്? പാത്തോജൻസ് ട്രാപ്പ് ആവുന്നത്. ആ ട്രാപ്പായുള്ള പാത്തോജൻസ് എന്ത് ചെയ്യുന്നു? ദേ ഗെറ്റ് എക്സ്പെൽഡ് ഔട്ട്, പുറത്തേക്ക് അതിനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. ആൻഡ് പുറത്തേക്ക് സീലിയ സെൽസ്, അതിൽ കാണുന്ന സീലിയ സെൽസ് അതിനെ പുറത്തേക്ക് എക്സ്പെൽ ചെയ്ത് കളയുന്നു. ഓക്കെ,
പിന്നെ നമ്മൾ ബോഡിയിൽ എന്ത് കാണുന്നു, ഒരുപാട് നമ്മളെ യൂസ്ഫുൾ ആയുള്ള ബാക്ടീരിയ നമ്മളെ ബോഡിയുടെ പുറത്ത് എന്ത് കാണുന്നുണ്ട്, ഒരുപാട് ആവശ്യം നല്ല നല്ല ബാക്ടീരിയാസ് ഒരുപാട് പ്രസൻ്റ് ആണ്, യൂസ്ഫുൾ ബാക്ടീരിയാസ് പ്രസൻ്റ് ആണ്. സോ നമ്മൾ ബോഡിയിലേക്ക് എന്തെങ്കിലും ഒരു ജേംസ്, എനി ജേംസ് എന്തായാലും ഏത് ജേംസ് ആയാലും എൻട്രി ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യേണ്ടി വരും, ഈ ബാക്ടീരിയാസ് ഒക്കെ എന്താണ്, ബാക്ടീരിയാസിനായിട്ട് എന്ത് ചെയ്യും, ഫൈറ്റ് ചെയ്യേണ്ടി വരും. അവർക്ക് ഷെൽട്ടറിനും ന്യൂട്രിയൻസിനൊക്കെ വേണ്ടിയിട്ട് അവിടെ ഓൾറെഡി പ്രസൻ്റ് ആയിട്ടുള്ള യൂസ്ഫുൾ ബാക്ടീരിയാസിനായിട്ട് അവർക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫൈറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഒരുപാട് ഒരു ലോട്ട് ഓഫ് നമ്പർ ഓഫ് ജേംസ് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ഫൈറ്റിൽ ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്, ആ കോമ്പറ്റീഷനിൽ ഡിസ്ട്രോയ് ആയി പോകുന്നുണ്ട്. പുറത്തുനിന്ന് വരുന്ന ജേംസ് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രോയ് ആയി പോകുന്നു. സോ നമ്മൾ സ്കിന്നിൽ തന്നെ എന്ത് കാണുന്നുണ്ട്, ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ബാക്ടീരിയാസും പ്രസൻ്റ് ആണ്. അവരെന്ത് ചെയ്യുന്നു, പുറമേ നിന്ന് വരുന്ന ബാക്ടീരിയാസിനെ അല്ലെങ്കിൽ ജേംസിനായിട്ട് ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അതിനെ ഒരുപാട് പേരെന്ത് ചെയ്യുന്നു, ഒരുപാട് ജേംസ് ഡിസ്ട്രോയ് ആയിട്ട് പോകുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും എന്താണ് സ്കിൻ എങ്ങനെയാണ് ഡിഫെൻഡ് ചെയ്യുന്നത്, ഹൗ ദ സ്കിൻ പ്രിവെൻറ്റ് ദ എൻട്രി ഓഫ് പാത്തജൻസ്, എങ്ങനെയാണ് സ്കിൻ പ്രിവെൻറ്റ് ചെയ്യുന്നത് മനസ്സിലായി അല്ലേ. എപ്പിഡമിസിലുള്ള കെരാറ്റിൻ, സെബേഷ്യസ് ഗ്ലാൻഡിലുള്ള സെബം, സ്വെറ്റ് ഗ്ലാൻഡിലുള്ള സ്വെറ്റ്, അതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, എൻട്രി ഓഫ് ജേംസ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ മ്യൂക്കസ് മെംബ്രെയിൻ ഡിഫെൻസ് എങ്ങനെയെന്ന് മനസ്സിലായിട്ടുണ്ടാവും. മ്യൂക്കസ് മെംബ്രെയിനിലുള്ള മ്യൂക്കസ് ഇറ്റ് ട്രാപ്സ് ദ എന്താണ് പാത്തോജൻസ് and the destroyed germs are expelled out by cilia cells of the mucous membrane. Okay, now you can see here a picture നിങ്ങൾക്ക് കാണാം. Here